സൂപ്പർ താരത്തിന്റെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് സൂപ്പർ സ്റ്റാർ ആകാൻ കഴിയുമോ? 2003 വെള്ളിത്തിരയിലേക്ക് കടന്ന സമയത്ത് അയാൾക്ക് ലഭിച്ചത് പൂച്ചെണ്ടുകളല്ല, മറിച്ച് കടുത്ത പരിഹാസങ്ങളായിരുന്നു. ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, നായകനാവാനുള്ള ലുക്കില്ല എന്ന് സ്വന്തം നാട്ടുകാർ തഴഞ്ഞ ആ പയ്യൻ പിൽക്കാലത്ത് മറ്റൊരു സ്റ്റേറ്റിന്റെ ദത്തുപുത്രനായി മാറിയത് എങ്ങനെയാണ്? ആരും ശ്രദ്ധിക്കാത്ത ആ തുടക്കത്തിൽ നിന്ന് ഇന്ത്യയുടെ തന്നെ വികാരമായി മാറിയ ആ രഹസ്യം എന്താണ്? സിനിമ രക്തത്തിലുണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അത് വെള്ളിത്തിരയിലേക്ക് എത്തൂ എന്ന് അയാൾ തെളിയിച്ചു. ഗംഗോത്രിയിലെ തന്റെ പരാജയങ്ങളെ അയാൾ നേരിട്ടത് ബോഡി ട്രാൻസ്ഫോർമേഷനും ഡാൻസും കൊണ്ടായിരുന്നു. ആര്യ എന്ന സിനിമയിലൂടെ അയാൾ സ്റ്റൈലിഷ് സ്റ്റാറായി ഉദിച്ചുയർന്നു. പക്ഷെ അയാളുടെ വിജയകഥയിലെ ഏറ്റവും മനോഹരമായ അധ്യായം കേരളമായിരുന്നു. സ്വന്തം ഭാഷ അല്ലായിരുന്നിട്ട് പോലും മലയാളികൾ അയാളെ മല്ലു അർജുൻ എന്ന പേര് വിളിച്ച് നെഞ്ചിലേറ്റി. ഒരു അന്യഭാഷാ നടന് കേരളത്തിൽ ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ചരിത്രമാണ്. ഇന്ന് അയാള് വെറും ഒരു നടനാണോ? പുഷ്പ എന്ന സിനിമയിലൂടെ ഇന്ത്യയിലെ തന്നെ റെക്കോർഡുകൾ തകർത്ത ഐക്കൺ സ്റ്റാർ ആണ്. തെലുങ്ക് സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വാങ്ങിക്കൊണ്ട് അയാൾ തന്റെ വിമർശകരുടെ വായടച്ചു. ഇന്ന് കൊക്കക്കോള, റെഡ് ബുൾ, KFC എന്നീ ആഗോള ബ്രാൻഡുകളുടെ കിരീടം വെക്കാത്ത രാജാവ്. സ്വന്തമായി ഫാൽക്കൺ എന്ന വാനും കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യവുമുള്ള ഗ്ലോബൽ സ്റ്റാർ. From being trolled for his looks to becoming the face of Indian cinema globally. This is Allu Arjun.